കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. CPIയുടെ അഞ്ചൽ മണ്ഡല സമ്മേളനം നാളെ ആരംഭിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് CPIയുടെ മണ്ഡല സമ്മേളനവും നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലത്തിലെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് മണ്ഡല സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. 243 പാർട്ടി ബ്രാഞ്ചുകളാണ് അഞ്ചൽ മണ്ഡലത്തിൽ CPIക്ക് ആകെയുള്ളത്. ഇടമുളയ്ക്കൽ, അഞ്ചൽ, അലേമൺ, ഏരൂർ, കുളത്തൂപ്പുഴ 5 പഞ്ചായത്തുകളിലായി 3398 പാർട്ടി അംഗങ്ങൾ ഈ 243 ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരികയാണ്. ഈ ബ്രാഞ്ചുകളുടെ എല്ലാ സമ്മേളനം പൂർത്തീകരിച്ചു. 12 ലോക്കൽ കമ്മിറ്റികളാണ് പാർട്ടിക്ക് ഈ പഞ്ചായത്തുകളിലായി മണ്ഡലത്തിൻ്റെ പരിധിയിൽ നിലവിലുള്ളത്. 12 ലോക്കൽ സമ്മേളനങ്ങളും വിജയകരമായി, ആവേശകരമായി പൂർത്തീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 298 പ്രതിനിധികളാണ് 25, 26 തീയതികളിൽ സഖാവ് KN വാസവൻ നഗറിൽ അഞ്ചൽ അല്ലമാൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ചേരുന്ന CPIയുടെ മണ്ഡല സമ്മേളനത്തിൻ്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് നാളെ അഞ്ചൽ പഞ്ചായത്തിലെ പാർട്ടിയുടെ 2 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 100 കണക്കിന് സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളും മറ്റ് പ്രവർത്തകരും പങ്കെടുക്കുന്ന ബഹുജന റാലി നാളെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ റാലിയിൽ അഞ്ചൽ പഞ്ചായത്തിലെ 2 ലോക്കൽ കമ്മിറ്റികളുടെ സഖാക്കൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാകയുമായി സഞ്ചരിക്കുന്ന പതാക ജാഥ, കൊടിമര ജാഥ, ബാനർ ജാഥ, ഈ 3 ജാഥകൾ നാളെ അഞ്ചലിലെ സഖാക്കൾ നടത്തുന്ന പ്രകടനത്തിൻ്റെ ഭാഗമായി ഈ ജാഥയും പ്രകടനത്തോടൊപ്പം പ്രയാണം നടത്തണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ജാഥകൾ പൊതുസമ്മേളന വേദിയായ സഖാവ് കാനൻ രാജേന്ദ്രൻ നഗർ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിലാണ് ഇപ്പോൾ പ്രകടനം സമാപിച്ച് സമ്മേളനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൊതുസമ്മേളനം പാർട്ടി ആലോചിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം രൂപീകരണ വാർഷികമാണ് 2025, ശതാബ്ദി വർഷമാണ്. 1925 ഡിസംബർ മാസം 26-നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. പാർട്ടി രൂപീകരണത്തിൻ്റെ ശതാബ്ദി വർഷത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനമാണ്. പാർട്ടിയെ സംബന്ധിച്ച പരമോന്നത വേദിയാണ്. ആ സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ്യത്തെ വരുന്ന നിലവിലുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനമായ പാർട്ടി കോൺഗ്രസ്. അപ്പോൾ ആ പാർട്ടി കോൺഗ്രസിൻ്റെ നടക്കുന്നത് പാർട്ടിയുടെ ശതാബ്ദി വർഷത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പൊതുയോഗങ്ങളും പാർട്ടി രൂപീകരണ ശതാബ്ദി സമ്മേളനങ്ങളായി നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ വൈകുന്നേരം ബഹുജന റാലിക്ക് ശേഷം, വിവിധ ജാഥകളുടെ പ്രയാണത്തിന് ശേഷം മാർക്കറ്റ് ജംഗ്ഷനിൽ സഖാവ് കാനൻ രാജേന്ദ്രൻ നഗറിൽ ചേരുന്നത് പാർട്ടിയുടെ ശതാബ്ദി സമ്മേളനമാണ്. ആ സമ്മേളനം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ സഖാവ് മുല്ലക്കൽ രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ കൊല്ലം ജില്ലാ സെക്രട്ടറി സഖാവ് PS സുബാൽ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് K രാജു, പാർട്ടി നേതാക്കന്മാരായ സഖാക്കൾ M സലീം, KC ജോസ്, അഡ്വക്കേറ്റ് R സജിലാൽ തുടങ്ങിയ ഈ മണ്ഡലത്തിന് പുറത്തുമുള്ള പാർട്ടി നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും. കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരിലും നേതാക്കന്മാരിലും ഒരാളായ തടിക്കാട്ട സഖാവ് B മോഹനൻ്റെ വസതിയിൽ നിന്നാണ്. അവിടെ
പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് ജ്യോതി വിശ്വനാഥാണ് ആ ബാനർ ആ സഖാവിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സഖാവിൻ്റെ വീട്ടിൽ നിന്ന് വസതിയിൽ നിന്ന് ഈ ബാനറുമായുള്ള ജാഥ നാളെ പുറപ്പെടുന്നത് സഖാവ് തടിക്കാട് ബി മോഹൻ്റെ വസതിയിൽ നിന്നാണ്. ബാനർ ജാഥ ക്യാപ്റ്റനായ സഖാവ് ജ്യോതി വിശ്വനാഥിനെ ഏൽപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് CS ജയപ്രസാദാണ്. ആ ജാഥയുടെ ഡയറക്ടർ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് M സജാദാണ്. അവിടെ ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ എടമുളക്കൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് S സുധീറാണ്. ഈ ജാഥയാണ് നാളെ നമ്മുടെ സമ്മേളന നഗരിയിൽ സഖാവ് ജ്യോതിയുടെ നേതൃത്വത്തിൽ പതാക കൊണ്ടുവരുന്ന ജാഥ. മറ്റൊന്ന് ബാനർ ജാഥയാണ്. ആ ബാനർ ജാഥ സഖാവ് B ഗോപാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും A2Cയുടെ നേതാവായ അലേമണിലെ പാർട്ടിയുടെ നേതാവായിരുന്ന മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് B ഗോപാലകൃഷ്ണൻ്റെ വസതിയിൽ നിന്ന് അലേമൺ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് P ദിലീപാണ് ബാനർ കൊണ്ടുവരുന്നത്. ആ ബാനർ സഖാവ് ദിലീപിനെ ഏൽപ്പിക്കുന്നത് പാർട്ടിയുടെ നേതാവ് മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം കിസാൻ സഭയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാലാണ്. വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്നത് യുവകലാ സാഹിതിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയും അലേവൺ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റുമായ സഖാവ് M മുരളിയാണ്. ആ ജാഥയുടെ ഡയറക്ടർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് SK നിഷാദാണ്. ആ ജാഥയും നാളെ പ്രയാണം നടത്തി പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ കൊടിമര ജാഥ പുറപ്പെടുന്നത് കുളത്തൂപ്പുഴയിൽ നിന്നാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ സഖാവ് ഗോപിനാഥൻ നായരുടെ വസതിയിൽ നിന്ന് പാർട്ടിയുടെ കുളത്തൂപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് O അജിമോനാണ് കൊടിമര ജാഥ നയിക്കുന്നത്. ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടി നേതാവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സഖാവ് K അനിൽകുമാറാണ്. ജാഥയുടെ ഡയറക്ടർ സഖാവ് പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് T തുഷാരയാണ്. സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളോടെയും പാർട്ടി രീതിക്കനുസരിച്ചും ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സമ്മേളനമായി മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. ഈ സമ്മേളന പരിപാടി വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതി പാർട്ടി രൂപീകരിച്ചിരുന്നു. ആ സംഘാടക സമിതിയുടെ ചെയർമാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ലെനു ജമാലാണ് പ്രവർത്തിക്കുന്നത്. സംഘാടക സമിതി കൺവീനറായി പാർട്ടിയുടെ നേതാവും മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് C ഹരിയാണ് പ്രവർത്തിക്കുന്നത്. ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചലത്തെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, ബഹുജന സംഘടനയുടെ ഭാരവാഹികൾ, ഈ അഞ്ചൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഒരു ടീമായി ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. വലിയ പിന്തുണയാണ്, നല്ല സഹായമാണ് പൊതുസമൂഹത്തിൽ നിന്ന് പാർട്ടിക്ക് ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ലഭിച്ചു വരുന്നത്. എവിടെ ചെന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമാണ് എന്ന് പറഞ്ഞ് ചെല്ലുന്ന ഞങ്ങളെ വലിയ നിലയിലുള്ള സഹായവും സ്വീകരണവുമാണ് ബഹുജനങ്ങൾ പൊതുവിൽ ഈ പാർട്ടിക്ക് നൽകി വരുന്നത്. ഞങ്ങളത് മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് CPI എന്ന് പൊതുസമൂഹത്തിന് ഉറച്ച ബോധ്യമുണ്ട്. അത് പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തപ്പെട്ട ബോധ്യമല്ല. പതിറ്റാണ്ടുകളായി മഹാരഥന്മാരായ പാർട്ടി നേതാക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇത്തവണ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പാർട്ടി ബ്രാഞ്ച് അംഗങ്ങൾ മാത്രമല്ല, ഉദ്ഘാടന സെഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ, അനുഭാവികൾ അടക്കമുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഉദ്ഘാടന സെഷൻ രൂപപ്പെടുത്തിയത്. ഞങ്ങൾ മണ്ഡലത്തിൽ ആകമാനം പരിശോധിക്കുമ്പോൾ ഈ 243 ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും അതിന്റെ പ്രവർത്തനങ്ങളും എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. തുടർന്ന് നടന്ന ലോക്കൽ സമ്മേളനങ്ങൾ, ദൃശ്യമാധ്യമ പ്രവർത്തകരായ നിങ്ങളെല്ലാവരും പല ലോക്കൽ സമ്മേളനങ്ങളും കണ്ടതാണ്. വൻപിച്ച വികസന പങ്കാളിത്തത്തോടുകൂടിയുള്ള വൻ പ്രകടനത്തോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത്. 12
ലോക്കൽ കമ്മിറ്റികളിൽ അഞ്ചളത്തെ 2 ലോക്കൽ കമ്മിറ്റികൾ ഒഴികെ ബാക്കി 10 വൻപിച്ച പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടി ലോക്കൽ സമ്മേളനം അവസാനിപ്പിച്ചു. അഞ്ചലിൽ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ 2 ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടനം മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. സ്വാഭാവികമായിട്ടും വർത്തമാനകാല രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം വലിയ ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ വലിയ അപകടങ്ങളാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്.